ഹായ് മക്കളെ, എക്സാം ഒക്കെ എഴുതി നിങ്ങൾ അടിപൊളിയായിരിക്കുക എന്ന് തന്നെ വിചാരിക്കുന്നു. കെമിസ്ട്രി കമ്പാരറ്റീവ്ലി ഭയങ്കര എളുപ്പമായിരുന്നു അല്ലേ? നമ്മൾ പറഞ്ഞിരിക്കുന്ന ലൈവിൽ നിന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിറ്റോ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. അതേപോലെ നമ്മൾ റേഡിയോ ആക്ടിവിറ്റിയിലൊക്കെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ലെക്ചേഴ്സ് അതിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കുറേ കുട്ടികൾ എന്നെ വിളിച്ചിട്ടും പറഞ്ഞു യൂട്യൂബ് ക്ലാസ്സൊക്കെ എല്ലാം ഒന്നും വിടാതെ നമ്മൾ കണ്ടു തീർത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു 30-35ഓളം വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷം എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ കെമിസ്ട്രി നല്ല രീതിയിൽ തന്നെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് അറിഞ്ഞതിൽ. ഫിസിക്സ് കുറച്ചും കൂടെ ടഫായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? കുഴപ്പമില്ല. നമുക്ക് കെമിസ്ട്രി ഇൻ ഡെപ്ത് അനാലിസിസ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്, നമ്മൾ എത്രത്തോളം പറഞ്ഞിരിക്കുന്നത് എത്രത്തോളം വന്നു എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആൻഡ് ഓഫ് കോഴ്സ് HSAയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. HSAയുടെ കോഴ്സ് ലോഞ്ച് ചെയ്യാൻ ഞാൻ ഭയങ്കര റിലക്റ്റൻ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുന്നില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഞാൻ കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് ഇംഗ്ലീഷിലാണ്. മലയാളത്തിൽ ഞാൻ ക്ലാസ് കൊടുത്തിട്ടേ ഇല്ല കുട്ടികൾക്ക്. ഞാൻ കംപ്ലീറ്റ് ഇംഗ്ലീഷിലാണ് കൊടുത്തത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഫിസിക്സും കൊടുത്തിട്ടില്ല. ഓക്കെ. അപ്പം ഞാൻ എന്തിനാണ് ഈ ലോഞ്ച് ചെയ്യുന്നത്? ഒന്നും മലയാളത്തിലും ഇല്ല, ഫിസിക്സും ഇല്ല. പിന്നെ ഞാൻ എന്തിനാണ് ലോഞ്ച് ചെയ്യുന്നത്? പക്ഷെ ഒരുപാട് കുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു. ഒരു 10-20 കുട്ടികൾ വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്തായാലും കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ഞാനിത് ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ. എന്നിട്ടും ഒരുപാട് കുട്ടികൾ വന്ന് ജോയിൻ ചെയ്തു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ആൻഡ് അവർക്കൊക്കെ കംപ്ലീറ്റ്ലി ബെനിഫിഷ്യൽ ആണ്. ഞാൻ ഭയങ്കര പ്രൗഡാണ്. ആ കുട്ടികൾക്ക് ഒരുപാട് പേര് എന്നെ വിളിച്ച് പറയുകയും ചെയ്തു. നമ്മൾ പറഞ്ഞിരിക്കുന്നത് അതേപോലെ ഡിറ്റോ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഡിറ്റോ ഡിറ്റോ എന്ന് പറഞ്ഞാൽ സെയിം ക്വസ്റ്റ്യൻ ഒക്കെ വന്നിട്ടുണ്ട്. കംപ്ലീറ്റ്ലി നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. കുട്ടികളൊക്കെ ഫുൾ മാർക്ക് സ്കോർ ചെയ്ത പിള്ളേരും ഉണ്ട്. 100% നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. അത്ര ഡീറ്റെയിൽ ആയിട്ട് പഴുതടച്ചിട്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ലൈവ് സെഷൻ അല്ലേ, ലൈവ് സെഷനൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. അതേപോലെ നമ്മൾ അപ്ലോഡ് ചെയ്ത ലെക്ചേഴ്സ് 30-35ഓളം ലെക്ചേഴ്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു റേഡിയോ ആക്ടിവിറ്റിയുടെ സീരീസ് ഒന്നും ആരും തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ പോലും പറ്റത്തില്ല. അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തത് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ ബീറ്റ എമിഷൻ, പ്രോസിട്രോൺ എന്നൊക്കെ പറയുന്ന, അതായത് കിട്ടാത്ത ഒരു ടോപ്പിക് ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്തപ്പോൾ കുട്ടികൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്ന് ഇന്ന് വിളിച്ച് പറഞ്ഞവരുണ്ട്, മെസ്സേജ് ചെയ്തവരുണ്ട്, ഒരുപാട് ഹെൽപ്ഫുൾ ആയി എന്ന് പറഞ്ഞിട്ട്. അറൗണ്ട് ഒരു എനിക്ക് തോന്നുന്നു ഒരു വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ 10K+ വ്യൂസും, അതേപോലെ ലാസ്റ്റ് മാരത്തോണിൽ നമുക്ക് 6K+ വ്യൂസ് ഒക്കെയാണ് ഒരു ദിവസം കൊണ്ട് നമുക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങളത് അപ്രിഷ്യേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. എന്തായാലും ഞാൻ ഒരുപാട് സമയമൊന്നും നിങ്ങൾ എടുക്കുന്നില്ല. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. അല്ലെങ്കിൽ ഞാനങ്ങനെ ഇൻട്രോ അങ്ങനെ പറയാറില്ല. ഓക്കെ. എനിവേ, നമുക്ക് കെമിസ്ട്രിയുടെ ഒരു ഇൻ ഡെപ്ത് അനാലിസിസ് നോക്കാം. ആൻഡ് അഗെയിൻ നമ്മുടെ PSCയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എങ്ങനെയായാലും ക്വസ്റ്റ്യൻ ഇടുമ്പോൾ എന്തായാലും കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇവിടെയും അതേപോലെ കുറേ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, നേരത്തെ പോലെ തന്നെ സ്വാഭാവികമായിട്ടും റോങ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, റോങ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, മൾട്ടിപ്പിൾ ആൻസേഴ്സ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്, അതേപോലെ തന്നെ ഓപ്ഷൻ മിസ്മാച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. എന്നാലും കമ്പാരിറ്റീവ്ലി നല്ലൊരു പേപ്പർ തന്നെയായിരുന്നു. നമുക്ക് നോക്കാം. അതിന് മുന്നേ ഒരു കാര്യം കൂടെ, നമ്മൾ മക്കളെ HSSTയുടെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലോങ് ടേം വിഷനിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേപോലെ തന്നെ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇതേപോലെ വന്ന് സംസാരിക്കും, നമ്മൾ പറഞ്ഞതേ വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് MSc വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചു പോകാം. ഓക്കെ. വലിയ കട്ടിയുള്ള കോൺസെപ്റ്റ് ഒന്നുമല്ല, നമ്മളെല്ലാം സിമ്പിൾ ആക്കിയിട്ട് വളരെ കൂളായിട്ട് നമുക്ക് വീക്ക്ലി പഠിച്ചു പോവാം. അതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻ വർക്കൗട്ടാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു ലെക്ചർ പറയുന്നു, അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് സെറ്റ് എക്സാമിൻ്റെയും അതേപോലെ CSIR നെറ്റിൻ്റെയും ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് എന്ത് ചെയ്യണം, MSc ലെവലിൽ നടന്ന PSC എക്സാംസിൻ്റെയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻ ഡെപ്ത് അനാലിസിസ് നമ്മൾ ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഒന്നും പേടിക്കേണ്ടയില്ല. നിങ്ങൾക്ക് കൂളായിട്ട് റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റും. ഇത്രയും ഞാൻ ചെയ്തു തരും, അതെൻ്റെ പ്രോമിസാണ്. ഓക്കെ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരുപാട് പിള്ളേർ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. മക്കളെ, നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ണും പൂട്ടി ജോയിൻ ചെയ്തോ, അടിപൊളിയാക്കാം നമുക്ക്. ഓക്കെ. ഓക്കെ. നമ്മൾ 51 ക്വസ്റ്റ്യൻ നമ്പർ 51 ഫിസിക്സിലും കെമിസ്ട്രിയിലും കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്കാണ്. അവിടെ നിന്ന് മുതൽ നമുക്ക് തുടങ്ങാം. ഓക്കെ. അപ്പോൾ ഇലക്ട്രോണിൻ്റെ കോണീയ ആവേഗം, ആങ്കുലാർ മൊമെൻറ്റം ആണ് ചോദിച്ചിരിക്കുന്നത്. ആങ്കുലാർ മൊമെൻറ്റം ഇസ് എൻ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ എല്ലാവരും പറയുന്ന കാര്യമാണ്. ഓക്കെ. അപ്പോൾ എന്തായിരിക്കും? യെസ്, NH/2π എന്നുള്ളത് ഓപ്ഷൻ ഡി. 52. താഴെ പറയുന്നതിൽ
ഏതാണ് പ്രകാശത്തിന്റെ തരംഗ സ്വഭാവം? ഡിറ്റോ ക്വസ്റ്റ്യൻ അല്ലേ? ഇതാ ക്വസ്റ്റ്യൻ നമ്പർ 26 നമ്മുടെ മാരത്തോണിൽ നിന്ന് അതേപോലെ സ്ക്രീൻഷോട്ട് എടുത്താണ് കേട്ടോ ഞാൻ. ഓക്കെ, ഇവിടെ ഞാൻ ഇലക്ട്രോൺ ആണ് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ പ്രകാശമാണ്. സെയിം ആണ്. എന്താണ്? ഡിഫ്രാക്ഷൻ. ഓക്കെ, ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ 53. ഒരു ദ്രവ്യത്തിന്റെ തരംഗദൈർഘ്യം അതിന്റെ ആക്കമനുസരിച്ച് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതാണ്? യെസ്, ഡുവൽ ബിഹേവിയർ ആണല്ലേ. ലാംഡ ഇസ് ഈക്വൽ ടു h/p എന്ന് പറയുന്നത്. ഓപ്ഷൻ എന്തായിരിക്കും? ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെക്ടർ ആറ്റം മോഡലാണ്. ഓഫ് കോഴ്സ് ഫിസിക്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കാണ്. ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓക്കെ, ആംഗുലാർ മൊമെന്റം വ്യാപ്തിയും ദിശയും കണക്കിലെടുത്താണ് കണക്കാക്കിയിരുന്നത്. അപ്പോൾ നിങ്ങളിത് ഫിസിക്സിലൊക്കെ പഠിച്ചിരിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും, വെക്ടർ ആറ്റം മോഡൽ അല്ലേ, വെക്ടർ ആറ്റം മോഡൽ. ഓക്കെ, എനിവേ 54 വരുന്നത് സി ആണ്. നൗ 55. ഹൈഡ്രജന്റെ ബാമർ ശ്രേണിയിൽ കാണപ്പെടുന്ന തരംഗം ഏതാണ്? യെസ്, എവിടെയാണ് കാണപ്പെടുന്നത് എന്നാണ്. വിസിബിൾ റീജിയനിലാണ്. വലിയ ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാകും? യെസ്, ആൻസർ ചെയ്തിട്ടുണ്ടാകും. ക്വസ്റ്റ്യൻ നമ്പർ 56. സൂപ്പർ കണ്ടക്ടിവിറ്റി. ഇതാ ഈ ക്വസ്റ്റ്യൻ ഇത് നമ്മുടെ മാരത്തോണിലുള്ള ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, പക്ഷേ ഞാൻ എക്സ്ട്രാ 2 പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ആര് കണ്ടെത്തി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. മീസ്നർ എഫക്റ്റിനെ പറ്റിയും അതേപോലെ ഇവർ നോ റെസിസ്റ്റൻസ് വെൻ കൂൾഡ് ബിലോ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അതേപോലെ വന്നിട്ടുണ്ട് മക്കളെ. ഇതാ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴെ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഇതേപോലെ കറക്റ്റായിട്ട് വരുന്നു അല്ലേ. യെസ്. അടുത്തത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ബോർ മോഡൽ. ഇതും നമ്മൾ എന്താണ് സ്ട്രക്ചർ ഓഫ് ആറ്റം 30 മിനിറ്റിൽ പഠിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഷോർട്ട് കട്ടൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. യെസ്, എർവിൻ സിംഗ് 2211 എന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലെ ഒരു പ്രശ്നവും ഇല്ലാതെ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഓപ്ഷൻ എ. 58. ഷ്രോഡിഞ്ചർ സമവാക്യത്തിൻ്റെ ടൈം ഇൻഡിപെൻഡൻറ്റ്. മോസ്റ്റ് പ്രോബബിളി ടൈം ഡിപ്പെൻഡൻ്റ് ആണ് ചോദിക്കാറ്, എന്നാൽ ഇതാണ് നമ്മുടെ ടൈം ഡിപ്പെൻഡൻ്റ് അല്ലേ. യെസ്, ഇത് പിന്നെ എല്ലാവർക്കും അറിയുന്നതാണ് ടൈം ഇൻഡിപെൻഡൻറ്റ്. എച്ച് സൈ ഇസ് ഈക്വൽ ടു ഇ സൈ. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്വാണ്ടം കെമിസ്ട്രിയുടെ ക്ലാസ്സൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. സോ നല്ലൊരു ക്വസ്റ്റ്യൻ. 59. മില്ലർ ഇൻഡിസസ്. എഗെയിൻ മില്ലർ ഇൻഡിസസ് ഒരാൾ എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു മില്ലർ ഇൻഡിസസ് ആക്ച്വലി എനിക്ക് അറിയത്തില്ലായിരുന്നു, സാറിൻ്റെ ക്ലാസ് കണ്ടപ്പോൾ അത് മനസ്സിലായി എന്ന്. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല. മില്ലർ ഇൻഡിസസ് എന്ന് പറഞ്ഞാൽ എന്താ? റെസിപ്രോക്കൽ എടുക്കണം, അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക ആൻഡ് LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇങ്ങനത്തെ 2 ക്വസ്റ്റ്യൻ നമ്മൾ മാരത്തോണിൽ ചെയ്തിരുന്നു. അതേപോലെ തന്നെ അല്ലേ. അപ്പോൾ 100 ആണ്. ഇൻവേഴ്സ് എടുത്തോളൂ. എന്തായിരിക്കും? 1/1 1/0 1/0 എന്തായിരിക്കും? 1 ഇൻഫിനിറ്റി ഇൻഫിനിറ്റി. ഇത്രയേ ഉള്ളൂ. LCM ഒന്നും എടുക്കേണ്ട ആവശ്യം പോലും ഇല്ല. സിംപ്ലി ഓപ്ഷൻ ബി എന്ന് കിട്ടും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. ക്വസ്റ്റ്യൻ നമ്പർ 60. ബ്രാഗ്സ് ലോ. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രാഗ്സ് ലോനെ പറ്റിയിട്ട് അല്ലേ. n ലാംഡ ഇസ് ഈക്വൽ ടു 2d സൈൻ തീറ്റ. ബ്രാഗ്സ് ലോ. ഓക്കെ, ഡി കുറച്ചാൽ തീറ്റ എങ്ങനെ മാറും എന്നുള്ളതാണ്. സോ വെൻ n ആൻഡ് ലാംഡ ആർ കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇത് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഡി എന്ത് ചെയ്യാണ്? ഇസ് ഡി ഡിക്രീസ് ചെയ്തു. അപ്പോൾ തീറ്റ എന്താണ്? തീറ്റ സ്വാഭാവികമായിട്ടും ഇൻക്രീസ് ചെയ്യേണ്ട വരും അല്ലേ. യെസ്, അപ്പോൾ എന്തായിരിക്കും? തീറ്റ എങ്ങനെ മാറും? ഓപ്ഷൻ എ. നെക്സ്റ്റ് വൺ ക്വാണ്ടം നമ്പേഴ്സ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ഒന്നും ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. ഏതാണ്? നോക്കിക്കോളൂ. താഴെ പറയുന്നതിൽ ഏതാണ് ഒരു ഓർബിറ്റലിൻ്റെ ക്വാണ്ടം സംഖ്യകൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കി, n is equal to 4, l is equal to 4. കറക്റ്റ് ആണോ? അല്ല അല്ലേ. L എവിടെ നിന്ന് എവിടെ വരെയാണ്? 0 to n-1 ആണ്. അപ്പോൾ ഓപ്ഷൻ എ ഇല്ല. ഓക്കെ, അടുത്തെന്താ? ഇത് നോക്കിയേ, L 0 ആണ്, ML എന്താണ്? ML എവിടെ നിന്ന് എവിടുത്തെ വരെ വരേണ്ടത്? -L to +L. അപ്പോൾ ഇതും വരത്തില്ല. N2 L4 ഇതും വരത്തില്ല അല്ലേ. യെസ്, അപ്പോൾ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും. ഇതേപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് എക്സാമിൽ. നിങ്ങൾ നമ്മുടെ ടെസ്റ്റ് സീരീസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിറ്റോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. നമ്മൾ എന്ത് ചെയ്യുക? എക്സാമിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മുഴുവൻ ക്വസ്റ്റ്യൻസും ആദ്യം തന്നെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ കുട്ടികളൊക്കെ നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഓപ്ഷൻ എന്തായിരിക്കും? ഓപ്ഷൻ ബി. നെക്സ്റ്റ് വൺ ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസനൻസ് അല്ലേ. സ്പെക്ട്രോസ്കോപ്പിയുമായി റിലേറ്റഡ് ആയിട്ട് NMRൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ IR സ്പെക്ട്രോസ്കോപ്പിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. രാമൻ്റെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. 2000 3000 പിള്ളേരൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏതായിരിക്കും? യെസ്, റേഡിയോ ഫ്രീക്വൻസിയാണ് NMR അല്ലേ. മൈക്രോവേവ് എന്താണ്? റൊട്ടേഷണലിൻ്റെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ടടാ. അപ്പോൾ യെസ്. നെക്സ്റ്റ് വൺ നോക്കിയേ, സിമ്മട്രി എലമെൻറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. താഴെ പറയുന്നതിൽ ഏത് സിമ്മട്രി എലമെൻ്റ് ആണ് എല്ലാ വസ്തുക്കളിലും കാണപ്പെടുന്നത് എന്നാണ്. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എന്താണ് CN, എന്താണ് സിഗ്മ, എന്താണ് SN എന്നൊക്കെ അറിഞ്ഞിരുന്നാൽ ഇത് പിന്നെ വളരെ എളുപ്പമാണ് അല്ലേ. ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഈ എല്ലാത്തിലും കാണപ്പെടും എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്.
പക്ഷേ എന്നാലും കുറച്ചുകൂടെ നല്ല ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കാമായിരുന്നു, പക്ഷേ എളുപ്പമുള്ള ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ കൺഫ്യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. 64 ഒരു അയോണിൻ്റെ സ്ഥാനചലനം മൂലം ഉണ്ടാകുന്ന വൈകല്യം എന്താണ്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ മാരത്തോണിൽ ഫ്രങ്കലും ഷോർട്ട് കീയും നോക്കിയിട്ട് പോണേന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, യെസ്, ഇതെപ്പോഴും ചോദിക്കുന്നതാണ്. ഏതാണ് ഫ്രങ്കൽ? ഒന്നും പറയാനില്ല. ഓപ്ഷൻ ബി. 66 താഴെ കൊടുത്തിരിക്കുന്നതിൽ കോമൺ അയോൺ എഫക്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഏതാണ്? എന്താ വേണ്ടത് നമുക്ക്? ഒരു വീക്ക് ബേസും അതിൻ്റെ സോൾട്ടുമാണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ വീക്ക് ആസിഡും അതിൻ്റെ ഒരു സോൾട്ടും, അല്ലേ? ഇതാ ഇവിടെ അങ്ങനെ തന്നെ നമ്മൾ ആസിഡിൻ്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ തന്നിരിക്കുന്നത് ബേസ് ആണ്. ഇത്ര കാര്യമേ ഉള്ളൂ. ഇതാ CH3COH ഇവിടെ ഒരു സോൾട്ടാണ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. നമുക്ക് എന്ത് വേണം? ഒരു വീക്ക് ഇലക്ട്രോലൈറ്റും വേണം, സ്ട്രോങ് ഇലക്ട്രോലൈറ്റും വേണം. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇതാ ഒരു കോമൺ അയോൺ ഉണ്ടാകുന്നു. അപ്പോൾ ഇവരുടെ ഡിസോസിയേഷൻ എന്താകുന്നു? യെസ്, ബാക്കിലോട്ട് പോകുന്നു അക്കോർഡിംഗ് ടു ലെ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. ഇതും ചോദിച്ചേനെ. ഓക്കെ, ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ലെ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ പ്രകാരം. ഓക്കെ, കോമൺ അയോൺ എഫക്റ്റ് എന്തിനെ റിലേറ്റ് ചെയ്തിട്ടാണ്? ലെ ഷാറ്റ്ലിയർ. ഇനി ചോദിച്ചേക്കാം, അപ്പോൾ മനസ്സിലാക്കി വെച്ചോ കേട്ടോ. അപ്പോൾ എന്തായിരിക്കും? വീക്ക് ബേസും അതിൻ്റെ സോൾട്ടും സ്ട്രോങ് ആയിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷൻ എന്ത് വരും? എ. 67 തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി. അതേപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കോളവും തിൻ ലെയർ ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്താണ്. സിലിക്ക ജെൽ, ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ടാവും, അലൂമിനിയ സിലിക്ക ജെൽ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓപ്ഷൻ സി. 67 സിയോലൈറ്റിന്റെ രാസസൂത്രവാക്യം എന്താണെന്നാണ്. അപ്പോൾ ഒറ്റ പോയിന്റ് പഠിച്ചാൽ മതി. ഇതാ നമ്മൾ പറഞ്ഞിട്ടുള്ള മെയ്ഡപ്പ് ഓഫ് അലൂമിനിയം, സിലിക്കൺ ആൻഡ് ഓക്സിജൻ. ഇതാ അലൂമിനിയം, സിലിക്കൺ ആൻഡ് ഓക്സിജൻ, ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വൺ, ജലമലിനീകരണത്തിൽ നോൺ പോയിന്റ് സോഴ്സസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് സോഴ്സ് തിരിച്ചറിയാത്ത സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അല്ലേ? സോഴ്സ് തിരിച്ചറിയത്തില്ല, എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. കാർഷിക നീരൊഴുക്ക്, അതായത് ബേസിക്കലി എന്തായിരിക്കും? ഇവിടെ നമ്മൾ രാസവളങ്ങളും അതേപോലെ കീടനാശിനികളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇതിൻ്റെ സോഴ്സ് നമുക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ എന്തായിരിക്കും? വാട്ടറിൽ ഇങ്ങനെ ലയിച്ച് പോകുന്നുണ്ടാവും. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ സി. 70 താഴെ കൊടുത്തിരിക്കുന്നതിൽ ഹരിതഗ്രഹ, ഗ്രീൻ ഹൗസ്, അല്ലേ? എല്ലാവർക്കും അറിയാം, കാർബൺ ഡൈ ഓക്സൈഡും മീഥേനും ഓക്സിജനൊക്കെ. എന്തായാലും നൈട്രജൻ ഉണ്ടാവത്തില്ല, അല്ലേ? ഓപ്ഷൻ ഡി. 71 സ്ക്വയർ പ്ലാനർ. എഗെയിൻ ഇത് ഞാൻ ഫ്രീ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, യൂട്യൂബിലുണ്ട്, നിങ്ങൾ നോക്കിക്കോളൂ. ഒക്ടാഹെഡ്രൽ, ടെട്രാഹെഡ്രൽ, അതേപോലെ ടെട്രഗണൽ, അതേപോലെ സ്ക്വയർ പ്ലാനർ. ജസ്റ്റ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഏറ്റവും കൂടുതൽ ആർക്കാ? DX² - Y². ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് കണ്ടു നോക്കിക്കോളൂ. നല്ല ക്വസ്റ്റ്യൻസ് ആണ്, ഇതൊക്കെ ചോദിക്കും. അതേപോലെ DXY, ഇതൊക്കെ പിള്ളേരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഇതൊക്കെ ചോദിക്കുമെന്ന്. ഞാൻ പറഞ്ഞു ചോദിക്കും, നമ്മുടെ സിലബസിലുണ്ട്, ചോദിക്കും. ചോദിച്ചാൽ അതാ ഞാൻ പറയുന്നത്, നമ്മൾ ടഫായിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മാർക്ക് കിട്ടിയില്ലേ? അപ്പോൾ നിങ്ങൾ എത്ര മുകളിൽ പോവും റാങ്കിൽ? അപ്പോൾ ടഫായിട്ടുള്ള ടോപ്പിക്സാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ പഠിച്ചു പോയ കുട്ടികൾ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഏതാ? DXY, പിന്നെ ആരാ? DZ², DXZ, YZ ഈക്വൽ ആണ്. ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ കാര്യം. ടെട്രഗണലും ചോദിക്കാമായിരുന്നു. ഇതൊക്കെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് പിള്ളേർ കളി പോലെയാണ്. ജസ്റ്റ് സിമ്പിളായിട്ട് ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. 72 ഇതേപോലെ ഇത് 5 ആണ് കേട്ടോ, സോറി. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാലേ, ഇത് തന്നെയാണ് മിക്കവാറും പല എക്സാമിലും ചോദിച്ച് കാണുന്നത്. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്നതുകൊണ്ടാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നത് തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ വേറൊരു മാജിക് ഒന്നുമില്ല. ഒരുപാട് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യാറുണ്ട്. കുട്ടിയൊക്കെ ബെസ്റ്റ് കൊടുക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അയണൈസേഷൻ, അല്ലേ? എന്താ ചോദിച്ചിരിക്കുന്നത്? താഴെ ഐസോമറുകൾക്ക് ഏത് ഐസോമറിസം? ഏതാണ്? അയോണൈസേഷൻ ഐസോമറിസം. സെയിം ഡിറ്റോ. 73 തന്നിരിക്കുന്നവയിൽ ഏത് സംയുക്തത്തിനാണ് ഹൈഡ്രജൻ ബോണ്ട് രൂപീകരിക്കുന്നത്? ഏറ്റവും ശക്തി. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ബോയിലിംഗ് പോയിന്റിന്റെ ഓർഡർ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആർക്കാ? HFനാണ്. ബോയിലിംഗ് പോയിന്റിന്റെ ഓർഡർ HFന് ഏറ്റവും കൂടുതലാണ്. ഇതൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇൻഡെപ്ത് ആയിട്ട് പറയുമ്പോൾ നമ്മളോട് ചോദിക്കുന്നത്, എനിക്കറിയാം ഇതൊന്നും മേ ബി ചോദിക്കത്തില്ല, പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ട്. നമ്മൾ ഡെപ്തിൽ കുറച്ചുകൂടെ പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസേ വരത്തുള്ളൂ. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പം പോലെ നമുക്ക് തോന്നുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ പഠിച്ചൊരു കുട്ടിക്ക് എന്തായിരിക്കും? ഇങ്ങനെ ഒരു ബോയിലിംഗ് പോയിന്റ് കർവൊക്കെ പഠിച്ച കുട്ടിക്ക് എന്തായിരിക്കും? HFന് ഏറ്റവും കൂടുതലാണെന്ന് ഈസി ആയിട്ട് ടിക്ക് ചെയ്ത് പോവാം. അപ്പോൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക? ഡെപ്തിൽ പഠിക്കുക. 74 ബോണ്ട് ഓർഡർ. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലേ, കെമിക്കൽ ബോണ്ടിങ്ങിൻ്റെ ഒരു സംഭവം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് നോക്ക്, ബോണ്ട് ഓർഡർ. O2- ആയിരുന്നു ചോദിച്ചത്. അപ്പോൾ തന്നെ ഞാൻ O2 2- ഐസോ ഇലക്ട്രോണിക് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. O2 2+ ആണെങ്കിൽ എന്തായിരിക്കും? 2.5. സിംപ്ലി നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും. ഏതായിരിക്കും ഓപ്ഷൻ വരിക? O2+, ദെൻ വോട്ട്? O2-, O2 2-. ഓപ്ഷൻ എന്തായിരിക്കും? ഡി. അടുത്തത് നോക്കിക്കോളൂ, XeF8 2-. യെസ്, ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. XeF8 2-.
ഏതാണ് ഘടനാരൂപം? സ്ക്വയർ ആൻറ്റി പ്രിസം ആയിരിക്കും. ഇത് ജസ്റ്റ് നിങ്ങൾ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സ്ക്വയർ ആൻറ്റി പ്രിസം, സ്ക്വയർ ആൻഡ് ഇത് അറിയണം കേട്ടോ. നിങ്ങൾക്ക് നല്ലൊരു ക്വസ്റ്റൻ ആയിരുന്നു അല്ലേ? കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു. XCF8 2- സ്ക്വയർ ആൻറ്റി പ്രിസം. 76 താഴെ പറയുന്നതിൽ ഏതാണ് സെൽഫ് റിഡക്ഷൻ? ഇതാ എന്താണ്? ഇതാ ചെപ്പ്. അത്രയേ ഉള്ളൂ കാര്യം. ഓപ്ഷൻ ബി. 77 താഴെ കൊടുത്തിരിക്കുന്നതിൽ ക്വാണ്ടം നമ്പറുകൾ സാധ്യമല്ലാത്തത്. അഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അല്ലേ? എന്താ ചോദിച്ചിരിക്കുന്നത്? സാധ്യമല്ലാത്തതാണ്. അപ്പോൾ ഏതായിരിക്കും? ഇതാ ഇത് ഓഫ് കോഴ്സ് പോസിബിൾ ആണ്. ഇതും എന്താ? ഇത് പോസിബിൾ അല്ല അല്ലേ? കാരണം എന്താ? n is equal to 4, l is equal to 0, ml എന്താണ്? -1 ആണ് അല്ലേ? ml എന്ന് പറയുന്നത് -L2 + L ആണ്. -L2 + L. അപ്പോൾ ഇതെന്തായാലും വരത്തില്ല. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. റോങ് ആണ്, കറക്റ്റ് ആൻസർ അല്ലേ? നെക്സ്റ്റ് വൺ ഇതാ 18 ഇലക്ട്രോൺ റൂള്. സിമ്പിളായിട്ട് ചെയ്യാം. അത്ര പ്രോബ്ലം കൊടുത്തിട്ടുണ്ടെന്നറിയോ ഓർഗാനോമെറ്റാലിക് കെമിസ്ട്രി എന്നല്ലേ? ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എന്ത് ചെയ്യുക? 3Dയും 4s-ഉം 4p ഒക്കെ ഇലക്ട്രോൺ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? 18 ഇലക്ട്രോൺ ആക്കുക. ഇത്രയാണ് സംഭവം. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, Cu+ ആണല്ലേ? Cu+ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 4s1 3D10 ആണ് Cu അല്ലേ? Cu+ എന്ന് പറയുമ്പോൾ 3D10 ആയിരിക്കും. അപ്പോൾ എന്താണ്? 10 ഇലക്ട്രോൺ ആയി. ഓക്കെ, എസിലും ബിയിലൊന്നും ഇലക്ട്രോൺസ് ഇല്ല. അപ്പോൾ 10 ഇലക്ട്രോൺ. ഇനി ബാക്കി എത്രയാണ്? CO കാർബണൈൽ എത്രയാ? 2 ഇലക്ട്രോൺ കൊടുക്കും. 18 ആവണമെങ്കിൽ എത്രയായിരിക്കും ഇവിടെ? 2 × 4 അല്ലേ? 8. അപ്പോൾ എന്തായിരിക്കും? 10 + 8 18. സിംപ്ലി എന്ത് കിട്ടും? 4. ഇത്ര ഈസിയാണ്. ഇതൊന്നും ചില കുട്ടികൾ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ചെറിയൊരു വിഷമം. അഗെയിൻ റേഡിയോ ആക്ടിവിറ്റിയുടെ കാര്യം ഇതാ ഒരു 1 വീക്ക് മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തതാണ്. ഒരുപാട് കുട്ടിയൊക്കെ ബെനിഫിറ്റായി. അഗെയിൻ അപ്പോൾ ഇതൊക്കെ ചോദിക്കുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്തത്. സോ നോക്കിക്കോളൂ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു റേഡിയോ ആക്റ്റീവ് മൂലകത്തിന് 23 മിനിറ്റ് കൊണ്ട് 90% നാശം സംഭവിക്കുന്നു എങ്കിൽ ഇതിൻ്റെ അർദ്ധായുസാണ്. അപ്പോൾ നോക്കിക്കോളെ, ഇവിടെ അർദ്ധായുസ് കാണാമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കാര്യം റേഡിയോ ആക്റ്റീവ് ഡീകേ എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്? ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ T½ എങ്ങനെ കണ്ടുപിടിക്കുക? T½ ആണ് ചോദിച്ചിരിക്കുന്നത്. 0.693/K ആണ്. K അല്ലെങ്കിൽ ലാംഡ. ഓക്കെ, പക്ഷേ ഇവിടെ K കൊടുത്തിട്ടുണ്ടോ? K കൊടുത്തിട്ടില്ല. അതാണ് പ്രശ്നം. പക്ഷേ K നമുക്ക് കണ്ടുപിടിക്കാം. ഏത് ഇക്വേഷൻ? ദാ ln n/n0. യെസ്, അതായത് ln n/n0 അല്ലെങ്കിൽ ഞാൻ എങ്ങനെ എഴുതുന്നു? n0/n ഇസ് ഈക്വൽ ടു, അപ്പോൾ ഇവിടെ എന്ത് വരും? KT എന്ന് വരും. K എന്ന് പറയുന്നത് ലാംഡ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്ത് എഴുതാം? KT എന്ന് എഴുതി കൂടെ? യെസ്. വാട്ട് ഈസ് n0? n0 ഉണ്ടോ? ഇനീഷ്യൽ നമ്പർ ഓഫ് റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയൈ എത്രയാണ്? 100 ആയിട്ട് എടുക്കാം. അപ്പോൾ ln 100/n എന്താ? n നോക്കിയേ, അൺഡീക്കേഡ് ന്യൂക്ലിയൈ. അപ്പോൾ ഇവിടെ നോക്കിയേ 90% നാശം സംഭവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്രയുള്ളത്? 10%. അപ്പോൾ എന്തായിരിക്കും? ഇസ് ഈക്വൽ ടു K ഇൻറ്റു ടൈം എത്രയാ? 23 മിനിറ്റ്. അപ്പോൾ എന്ത് കൊടുക്കുക? 23 കൊടുക്കുക. അപ്പോൾ K കിട്ടും. K എങ്ങനെയാണ്? ഇതിനെ ഞാൻ 2.303 ലോഗ് എന്ന് എഴുതുന്നുണ്ട്. ഓക്കെ, ലോഗ് 100/, ഇതെന്തായിരിക്കും? 10 ആയിരിക്കും അല്ലേ? 10% ആണ് റിമൈനിങ് ആവുന്നത്. അപ്പോൾ ലോഗ് 10 എത്രയാ? ലോഗ് 10ൻ്റെ വാല്യൂ എത്രയാ? യെസ്, ദാറ്റ് ഈസ് 1. അപ്പോൾ K is equal to എന്ത് വരും? 2.303/23. എത്ര വരും ഇവിടെ? 0.1 എന്ന് വരും അല്ലേ? സിംപ്ലി 0.1 എന്ന് കിട്ടും. അപ്പോൾ T½ കണ്ടുപിടിച്ചോ. എന്തായിരിക്കും? 0.693/ എന്ത് വരും? 0.1. 0.1 എന്ന് പറഞ്ഞാൽ 10⁻⁻1. 10⁻⁻1 മുകളിലോട്ട് കൊണ്ടുപോക്കോ. എന്ത് വരും? 6.93. സിംപ്ലി നമുക്ക് എന്ത് കിട്ടും? ഇതാ ഓപ്ഷൻ സി, 6.93. ഓപ്ഷൻ സി എന്ന് കിട്ടും. അത്ര ഈസി ആയിട്ട് കിട്ടും അല്ലേ? ചെറുതായിട്ട് കുറച്ച് കാൽക്കുലേഷൻ ചെയ്യാനുണ്ട്, പക്ഷെ എല്ലാം പറഞ്ഞു തന്നാണ്. 18 ഇതാ അഗെയിൻ റേഡിയോ ആക്ടിവിറ്റിയുമായി റിലേറ്റഡ് ആയിട്ട് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ ഒറ്റ ക്ലാസ് പോലും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. എനിക്കറിയാം വ്യൂസൊക്കെ കുറവായിരിക്കും, പക്ഷേ അൾട്ടിമേറ്റ്ലി യു ഹാവ് ടു പ്രൊവൈഡ് വാല്യൂ. അതുകൊണ്ടാണ് ഞാനിതൊക്കെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. കുറേ കുട്ടികളൊക്കെ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പോൾ C14 O14 അല്ലേ? C14 ഉണ്ട്, അതേപോലെ O14 ഉണ്ട്. ഇത് 6 8 ഇങ്ങനെ എഴുതാലോ എനിക്ക്. എന്നീ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകൾ ഏതൊക്കെ റേഡിയേഷനുകൾ എമിറ്റ് ചെയ്തിട്ടാണ് സ്ഥിരത കൈവരിക്കുന്നത്? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കടാ. C614 ആണല്ലേ സ്ഥിരത. എങ്ങനെ കൈവരിക്കുക? നൈട്രജൻ ആകണം അല്ലേ? നൈട്രജൻ 714 ആകണം. നൈട്രജൻ 714 ആകണമെങ്കിൽ ഒന്ന് ആലോചിച്ച്, ഇവിടെ അറ്റോമിക് നമ്പർ ഒന്ന് കൂടി. അങ്ങനെയാണെങ്കിൽ യെസ്, ദാറ്റ് ഈസ് ബീറ്റ എമിഷൻ വിത്ത് ആൻറ്റി ന്യൂട്രിനോ. ഓർമ്മയുണ്ടോ? ഇതാ അറ്റോമിക് നമ്പർ ഒന്ന് കൂടി എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്താ? ആദ്യത്തെ എന്താ? ബീറ്റ എമിഷൻ. യഥാക്രമം ബീറ്റ എമിഷൻ. ഇനി എന്താ?
ഇതാ ഓക്സിജൻ 814 അല്ലേ? യെസ്, ഇവിടെ തന്നെ എഴുതാം. ഓക്സിജൻ 814 എന്താവണം? നൈട്രജൻ 714 ആകണം. അപ്പം എന്താവണം? യെസ്, ഇവിടെ ബീറ്റ +1 0 പോസിട്രോൺ എമിഷൻ ആണല്ലേ? ഇതാ ഇവിടെ നോക്കൂ, ഇതാ പോസിട്രോൺ എമിഷൻ. സോറി ഫോർ ദിസ്, ബീറ്റ എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്താണ്? യെസ്, പോസിട്രോൺ എമിഷൻ വിത്ത് ന്യൂട്രിനോ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ക്ലാസ് കണ്ടവർക്ക് ഈസി ആയിട്ട് എഴുതി പോയിട്ടുണ്ടാകും. ദാറ്റ് ഈസ് എന്തായിരിക്കും? യഥാക്രമം ബീറ്റ റേഡിയേഷനും പോസിട്രോണും. സിമ്പിൾ, ആസ് സിമ്പിൾ ആസ് ഇറ്റ് ഗെറ്റ്സ്. ജസ്റ്റ് ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. 81 താപനിലയിൽ വ്യത്യാസം വരുത്താതെ. നല്ല ക്വസ്റ്റ്യൻ അല്ലേ? നമ്മൾ എഗെയിൻ 30 മിനിറ്റിൽ 25 തെർമോഡൈനാമിക്സ് ക്വസ്റ്റ്യൻ അവിടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ കാര്യം. താപനിലയിൽ വ്യത്യാസം വരുത്താതെ ടി കോൺസ്റ്റന്റ് ഡെൽറ്റ ടി എന്തായിരിക്കും? 0. ഓക്കെ, 1 മോൾ ആദർശവാതകത്തിൻ്റെ വ്യാപ്തം 1 ലിറ്ററിൽ നിന്ന് 10 ലിറ്ററായി വികസിപ്പിച്ചാൽ ഉണ്ടാകുന്ന ആന്തരിക ഊർജത്തിൻ്റെ അളവ് ഡെൽറ്റ യു. ഡെൽറ്റ യു എന്താ? NCV ഡെൽറ്റ ടി. ഓക്കെ, ഇവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇഫ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ഡെൽറ്റ യു 0. ഓക്കെ, അപ്പോൾ ഇതെന്താ? ഓപ്ഷൻ സി. ഓക്കെ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളൊന്ന് നോക്കൂ. നിങ്ങളിനി ഫിംഗർ പ്രിൻറ്റും കേരാഫിഡും ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെ തന്നെയായിരിക്കും ചോദിക്കുക കേട്ടോ. മലയാളത്തിലാണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിച്ചിട്ട് ചെയ്തു നോക്കാതിരിക്കരുത്. കോൺസെപ്റ്റ് ഒക്കെ ഇംഗ്ലീഷ് തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഫിംഗർ പ്രിൻറ്റും കേരാഫിഡും ഒക്കെ നമ്മൾ പറഞ്ഞതേ വരത്തുള്ളൂ. ഇതിനപ്പുറത്തേക്കൊന്നും ചോദിക്കാനില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. എന്നാലും ഞാൻ കുറേ സെഷൻസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരാം. ഇതിൽ നിന്നൊക്കെ ചോദ്യം വരും. 82 യെസ്, ഫേസ് ഇക്വിലിബ്രിയം 2 പാർട്ടും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പാർട്ട് 1ഉം പാർട്ട് 2ഉം രണ്ടും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള കാര്യമാണ്. സിമ്പിളായിട്ടുള്ള കാര്യമാണ് ചോദിച്ചത്. F = C - P + 2 അല്ലേ? എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതായിരിക്കും ഇവിടെ? ഇതാ F = C - ഏതായിരിക്കും? ഇതാ F = C - P + 2, ഓപ്ഷൻ എ അല്ലേ? യെസ്. 83 താഴെ പറയുന്നതിൽ KP = KC. ഇതാ ഫിസിക്കൽ കെമിസ്ട്രി റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ്. ഇത്ര ക്വസ്റ്റ്യനാണ് വന്നത് അല്ലേ? എൻ്റെ ക്ലാസ് ഫോളോ ചെയ്ത ഒരു 30-35 ലെക്ചേഴ്സ് ഉണ്ട്. അതൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കൊരു 25-30 ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്ക് കൂളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്. KP = KC എന്ന സമവാക്യം ബാധീകരിക്കുന്നത് ഏതായിരിക്കും? യെസ്, ഡെൽറ്റ NG എന്തായിരിക്കണം? ഇവിടെ പറഞ്ഞതുപോലെ ഡെൽറ്റ NG 0 ആയിരിക്കണം. ഡെൽറ്റ NG 0 ആവുന്നത് യെസ്, അതൊന്നും ഞാൻ ചെയ്യേണ്ട ആവശ്യം പോലുമില്ല അല്ലേ? 0. 84 പൊതു അയോണുകളുള്ള 2 ലവണങ്ങൾ ഒരു ലായനിയിൽ ചേരുമ്പോൾ വിയോജനത്തിൻ്റെ തോത്. എഗെയിൻ കോമൺ അയോൺ എഫക്റ്റുമായിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻ അല്ലേ? സെയിം ക്വസ്റ്റ്യൻ. ഡിസോസിയേഷൻ എന്താകും? യെസ്, ഇക്വിലിബ്രിയം എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. കാരണം ഇതാണ് നമ്മുടെ വീക്ക് ആസിഡ്. ഇവിടെ എന്താകും? ഡിസോസിയേഷൻ എന്തായിരിക്കും? യെസ്, കുറവായിരിക്കും, ലെസ് ആയിരിക്കും. കാരണം ബാക്കോട്ടേക്ക് വരുന്നുണ്ട്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്തായിരിക്കും? കുറയുന്നു. ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. അത്യധികം ഉയർന്ന താപനില ടെമ്പറേച്ചർ എന്താണ്? ഇൻഫിനിറ്റി. അപ്പോൾ റേറ്റ് കോൺസ്റ്റന്റിന്റെ മൂല്യമാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ അറീനിയസ് ഇക്വേഷൻ. K = A⁻⁴ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കെമിസ്ട്രി എത്രത്തോളം ഡിഫിക്കൽട്ട് ആണെന്ന്? കെമിസ്ട്രി ഈസി അല്ലേ ആക്ച്വലി? ഞാൻ എപ്പോഴും വിചാരിക്കുന്നതാണ് എന്തിനാണ് കെമിസ്ട്രി കുട്ടികൾ ഡിഫിക്കൽട്ട് ആണെന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. T വളരെ വലുതാണ്, അപ്പോൾ എന്ത് എടുക്കുക? ഇൻഫിനിറ്റി. 1/∞ എന്തായിരിക്കും? 0. 1/∞ വാല്യൂ എന്താ? 0 അല്ലേ? K = A⁻E⁻0 എന്തായിരിക്കും? ഇത് 1. അപ്പോൾ K = എന്ത് വരും? A, ഓപ്ഷൻ സി. എന്താ ബുദ്ധിമുട്ട്? എളുപ്പമല്ലേ? 86 മഞ്ഞ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിസിക്കൽ കെമിസ്ട്രി റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മക്കളെ, ഇവിടെ നിന്നൊരു ചോദ്യം വരും. നിങ്ങൾ എക്സാക്ട് വേർഡ്സ് ആണ് ഇവിടെ കണ്ടോ? 41.58. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എക്സാമിന് മുന്നേ ഞാൻ എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചോന്നു. 8 എണ്ണം ഉണ്ട്. ഇത് ചോദിക്കുന്നതാണ്. 8 കൊളോയിഡ് ഉണ്ടാകും. ഇത് കൺഫ്യൂസിങ് ആണ്. ഇത് ആലോചിച്ച് വെക്കുന്നവർക്ക് 1 മാർക്ക് കിട്ടും എന്നൊക്കെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെന്ന് തോന്നുന്നു പറഞ്ഞത്. കേട്ടു നോക്ക്. അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലിക്വിഡ് ഗ്യാസ്, എയറോസോൾ, ഫോഗ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതേപോലെ വന്നിട്ടുണ്ട് അല്ലെ? മഞ്ഞ് ഏത് കൊളോയിഡലാണ് എന്നാണ്. അപ്പോൾ എന്തായിരിക്കും? ദ്രാവകം വാതകത്തിലാണ് അല്ലേ? അതായത് ആൻസർ എന്തായിരിക്കും? വാതകത്തിൽ ദ്രാവകം. ലിക്വിഡ് ഇൻ ഗ്യാസ്, ഓപ്ഷൻ എ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളെ. ഇതിൻ്റെ ആൻസർ തെറ്റാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് PSC കൊടുത്തിരിക്കുന്ന ആൻസർ എന്താണ്? E2 > E1. ഇതേ ക്വസ്റ്റ്യൻ ആണ് മക്കളെ ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെങ്ങനെ ഈ ക്വസ്റ്റ്യൻ അതേപോലെ കിട്ടി? ഇത് നീറ്റിൻ്റെ ക്വസ്റ്റ്യനാണ്. അത് അതേപോലെ അവർ കോപ്പി പേസ്റ്റ് ചെയ്തതാണ്. അതുകൊണ്ടാണ് കേട്ടോ, അല്ലാതെ എനിക്ക് വേറെ എവിടെ നിന്നും കിട്ടിയൊന്നുമല്ല. സെയിം ക്വസ്റ്റ്യൻ ഇവരെന്ത് ചെയ്തു? ഇംഗ്ലീഷിലുള്ളത് മലയാളത്തിലേക്കാക്കി, അത്രയേ ഉള്ളൂ. എന്നാൽ അത് ഓപ്ഷൻ എന്ത് ചെയ്തു? തെറ്റി കൊടുത്തുപോയി. അതാണ് ഒരു പ്രശ്നം പറ്റിയത്. ഞാനിവിടെ എഴുതിയിട്ടുണ്ടല്ലേ,
E2 എന്താണ്? ലെസ് ആണ്. ഇവർ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ PSC കൊടുത്തിരിക്കുന്നത് C ആണ്. ബട്ട് കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഇനി എങ്ങനെയാണ് ഇത് കിട്ടിയിരിക്കുന്നത്? സിമ്പിളായിട്ട് ഇതാ ഇവിടെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്, എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ലെറ്റ്സ് സേ ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.059 ബൈ എൻ ലോഗ് ആനോഡ് ബൈ കാത്തോഡ് അല്ലേ? ആനോഡിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാ? ഇവിടെ 0.01. ഓക്കെ, നോക്കിക്കോളെ, 0.01 ഡിവൈഡഡ് ബൈ, ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകത്തില്ല, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഡിവൈഡഡ് ബൈ 1 ആണ്. അപ്പോൾ നോക്കിക്കോ, ഇതെന്തായിരിക്കും? ലോഗ് 10⁻⁻1 അല്ലെ, -2 എന്ന് വരും അല്ലേ? അപ്പോൾ ഇത് സോൾവ് ചെയ്യുകയാണെങ്കിൽ ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇത് E1 ആണ്. E0 സെൽ മൈനസ് 0.059 ബൈ എൻ, ഇവിടെ എന്ത് വരും? -2 ലോഗ് 10 എന്ന് വരും അല്ലേ? ലോഗിൻ്റെ ഒരു കാൽക്കുലേഷൻ വീഡിയോ, ലോഗ് ആൻറ്റി ലോഗ് കാൽക്കുലേഷൻ, അതും നിങ്ങൾക്ക് അറ്റോമിക് ക്ലാസ്സസിൻ്റെ ചാനലിൽ കാണാം. ബേസിക്സ് ആയിട്ടുള്ള കംപ്ലീറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? മൈനസ് എന്താകും? യെസ്, പ്ലസ് ആകും. ഉറപ്പാണല്ലോ, ഈ മൈനസും എന്താവും? പ്ലസ് ആവും. വിച്ച് മീൻസ് E1 എന്ന് പറയുന്നത് E0 സെല്ലിൻ്റെ കൂടെ എന്തോ ഒരു കാര്യം ആഡ് ചെയ്യുന്നതാണ്. ലെറ്റ്സ് സേ ആ വാല്യൂ X എന്ന് വിചാരിക്കുക. ഇനി അടുത്തെന്താ ചെയ്യുന്നത്? ഇവർ നേരെ ഇതിൽ ZnSO4ൻ്റെ സാന്ദ്രത കോൺസെൻട്രേഷൻ എന്താക്കി? 1 ആക്കി, അതായത് ഇന്റർചേഞ്ച് ചെയ്തു. CuSO4ൻ്റെ എന്ത് ചെയ്തു? മാറ്റി 0.01 ആക്കി. അങ്ങനെയാണെങ്കിൽ E2 കിട്ടി. അപ്പോൾ അതൊന്ന് നമുക്ക് ചെയ്തു നോക്കാം. E2 എന്ന് പറയുന്നത് എന്തായിരിക്കും? E0 സെൽ മൈനസ് 0.059 ബൈ എൻ ലോഗ് ആനോഡിൻ്റെ കോൺസെൻട്രേഷൻ എന്തായി? ആനോഡിൻ്റെ കോൺസെൻട്രേഷൻ നോക്കിയേ, ഇതാ ഇപ്പോൾ 1 ആയി, കാത്തോഡ് എന്തായി? 0.01, 1/0.01. അതായത് ഇത് 10⁻⁻2 ആണല്ലേ? അപ്പോൾ ഈ 10⁻⁻2 ഇതിനെ എനിക്ക് എന്ത് എഴുതാം? 10⁻². ഇത് മുകളിലോട്ട് വന്നോ, എന്തായിരിക്കും? 10⁻² എന്ന് വരും അല്ലേ? 10⁻². അപ്പോൾ ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ഇത് എങ്ങനെ എഴുതാം? E0 സെൽ മൈനസ് 0.0591 ബൈ എൻ 2 ലോഗ് 10 എന്ന് എഴുതാം. അതായത് E0 സെല്ലിൽ നിന്ന് എന്തോ ഒരു വാല്യൂ കുറയ്ക്കുകയാണ് E2 എന്ന് പറയുന്നത്. E1 എന്ന് പറയുന്നത് എന്താ? E0 സെല്ലിൻ്റെ കൂടെ എന്തോ ഒന്ന് ആഡ് ചെയ്യാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആരാണ് കൂടുതൽ? യെസ്, E1 ഇസ് ഗ്രേറ്റർ ദാൻ വോട്ട്? E2 എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ്. PSC കൊടുത്തിരിക്കുന്നത് യെസ് ഓപ്ഷൻ C ആണ്, ബട്ട് ദാറ്റ് ഇസ് റോങ്. നിങ്ങൾക്ക് ചാലഞ്ച് ചെയ്യാം, ധൈര്യമായിട്ട് ചാലഞ്ച് ചെയ്തോ. നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, വേറെ ഒന്നുമല്ല. നമ്മളിത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം നോക്കിക്കോ, ഇതാ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ഇതേപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ, ഇതാ എൻതാൽപ്പി ഓഫ് ഫോർമേഷനിൽ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ? ലെക്ചർ പറയുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു? ക്വസ്റ്റ്യൻ ചെയ്തിരിക്കും. എന്നാലേ നിങ്ങൾക്കത് തലയിൽ ഇരിക്കൂ. അല്ലാതെ ഒരുപാട് കോൺസെപ്റ്റ് കണ്ടുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അൾട്ടിമേറ്റ്ലി നമുക്ക് എന്ത് ചെയ്യണം? പ്രോബ്ലം സോൾവ് ചെയ്യണം. നോക്കി, ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഇതാ ഇവിടെ ഒറ്റ കാര്യമേ ഉള്ളൂ. X2 ഇവിടെ 2 മോള് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ഹീറ്റ് ഓഫ് ഫോർമേഷൻ ആണ്. കാരണം എന്താ? ഇതെന്താ പറഞ്ഞിരിക്കുന്നത്? ഹീറ്റ് ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ 1 മോളിനാണ്, അത്രയേ ഉള്ളൂ. ഇവിടെ എന്താ? ഇതാ ഇവിടെ -157 ആണ്. ഇവിടെ എന്തായിരിക്കും? -157/2 എന്നുള്ള ആൻസർ വരും. എന്തായിരിക്കും? ഓപ്ഷൻ സി. ഇവിടെ എന്താ? 2 മോൾസ് ഉണ്ടാകാൻ Q കലോറി. ഓക്കെ, അപ്പോൾ XYയുടെ രൂപീകരണ താപമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും? Q/2 കാലറി. അതായത് എക്സ്പ്ലനേഷൻ മതിയെന്ന് വിചാരിക്കുന്നു. ഇവിടെ എന്താണ്? 2 മോളാണ്. ഓക്കെ, നമുക്ക് എത്ര മോളാണ് വേണ്ടത്? എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ തെർമോഡൈനാമിക്സിൽ ലെക്ചർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് കണ്ടു നോക്ക്. അവിടെ എന്തായിരിക്കും? യെസ്, 1 മോളാകുമ്പോൾ ഇതിൻ്റെ നേരെ പകുതി. ഓക്കെ, Q/2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നം വരുന്നത്, തുല്യ അളവിൽ എന്ന് പറയുന്നത് ഗ്യാസ് ആണ്, ഇവർ വോളിയം ആണോ പറയുന്നത്? വോളിയം എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്പർ ഓഫ് മോൾ ആണ് അല്ലേ? ഇപ്പോൾ ലെറ്റ്സ് സേ 22.4 ലിറ്റർ എന്ന് പറഞ്ഞാൽ അതെന്താണ്? 1 മോളാണ്. ഓക്കെ, PSC കൊടുത്തിരിക്കുന്ന ആൻസർ 1/2 ആണ്. പക്ഷേ തുല്യ അളവിൽ എന്ന് പറഞ്ഞാൽ ചില കുട്ടികളെങ്കിലും ലൈക്ക് മാസ് സെയിം ആക്കി എടുക്കുകയാണെങ്കിൽ, തുല്യ മാസാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ആൻസർ വേറെ വരും. ഓക്കെ, അപ്പോൾ തുല്യ അളവിൽ എന്ന് പറയുമ്പോൾ വോളിയം എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നു എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഒന്നുമില്ലടാ, മൊത്തം മർദ്ദത്തിൽ ഈഥെയിൻ നൽകുന്ന പങ്കാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഇവിടെ എന്തായിരിക്കും? അതായത് ഇത്രയേ ഉള്ളൂ. ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് ആർക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും? മോൾ ഫ്രാക്ഷന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ തുല്യ മോളാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഈഥെയിനും മീഥെയിനുമാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? തുല്യ മോളാണെങ്കിൽ എന്തായിരിക്കും? യെസ്, ഇത് 1 മോള് ഇത് 1 മോളാണെങ്കിൽ 1/2 എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ എന്തായിരിക്കും? യെസ്, പ്രൊപ്പോർഷണൽ ടു 1/2. ഓപ്ഷൻ എ ആയിരിക്കും. 91 ബെൻസീനിൻ്റെ ഘടന. ഇതെല്ലാവരും ചെയ്തിട്ടുണ്ടാവും അല്ലേ? കാർബൺ ഡീലോക്കലൈസ്ഡ്. ഇതൊന്നും വരയ്ക്കേണ്ട ആവശ്യം പോലും ഇല്ല, എന്നാലും ഞാൻ വരച്ചേക്കാം. ഓപ്ഷൻ സി. 92 ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ജാമിതീയ ഐസോമറിസം പ്രകടമാക്കുന്നത് സംയുക്തം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും? ബ്യൂട്ട്-2 ഈൻ ആയിരിക്കും അല്ലേ? നമുക്ക് സിസ് ബ്യൂട്ട്-2 ഈനും ഉണ്ട്, അതേപോലെ ട്രാൻസ് ബ്യൂട്ട്-2 ഈനും ഉണ്ട്.
ഇതേതായിരിക്കും? ഇത് സിസ് ആണ്, ഇതെന്തായിരിക്കും? ട്രാൻസ് ആണ്. ദിസ് ഇസ് ട്രാൻസ്. ഓക്കെ, യെസ്, വേറെ ഒന്നുമില്ല. നൗ 93. ഇവിടെ 2 ഓപ്ഷൻ കറക്റ്റ് ആണ്. ഇവിടെ നോക്കിക്കോളൂ, താഴെ തന്നിരിക്കുന്ന ഡയാസ്റ്റീരിയോമസിന്റെ ജോഡി കണ്ടെത്തുക. അപ്പോൾ ഡയാസ്റ്റീരിയോമസ് എന്ന് പറഞ്ഞാൽ നോൺ സൂപ്പർ ഇമ്പോസിബിൾ നോൺ മിറർ ഇമേജസ് ആണ്. ഓക്കെ, അപ്പോൾ ഡി ഗ്ലൂക്കോസും ഡി മാനോസും അല്ലേ, ഡി ഗ്ലൂക്കോസും ഡി മാനോസും ഇതാ ഇവിടെ ഒറ്റൊരു ചേഞ്ച് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇവരെന്തായിരിക്കും? നോൺ സൂപ്പർ ഇമ്പോസിബിൾ നോൺ മിറർ ഇമേജ് ആയിരിക്കും. ഇത് ഡയാസ്റ്റീരിയോമറാണ്. ഇനി ഇവിടെ നോക്കി, സിസ് 2 ബ്യൂട്ടീനും ട്രാൻസ് 2 ബ്യൂട്ടീനും നേരത്തെ കണ്ടേ ഈ ജോമെട്രിക്കൽ ഐസോമേഴ്സ് എന്തായിരിക്കും എടാ? യെസ്, ദീസ് ആർ ഡയാസ്റ്റീരിയോമേഴ്സ്. നിങ്ങൾ മൊഡ്യൂൾ 8 ടെസ്റ്റ് 01 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യണമെന്ന്. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ആൽഫ ഡി ഗ്ലൂക്കോസും ബീറ്റ ഡി ഗ്ലൂക്കോസും എന്താണ്? ഡയാസ്റ്റീരിയോമർ ആണ്. ഏതെങ്കിലുമൊക്കെ ഒന്ന് വരും. ഞാൻ പറയുന്നത് എല്ലാം ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ഏതെങ്കിലുമൊക്കെ ഒന്ന് വരും, വരാതെ ഇവിടെ പോകാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. സിസ് 2 ബ്യൂട്ടീനും ട്രാൻസ് 2 ബ്യൂട്ടീനും എന്താണ്? ജോമെട്രിക്കൽ. അപ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. PSC കൊടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ബി ആണ്, ബട്ട് സിയും കൂടെ വരും. ആൻഡ് അഗൈൻ ഡി ഗ്ലൂക്കോസും എൽ ഗ്ലൂക്കോസും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതെന്താണ്? ഇനാൻഷ്യോമേഴ്സ് ആണ് എന്നൊക്കെ ടെസ്റ്റ് ഡിസ്കഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം കവർ ചെയ്ത് അങ്ങ് പോയ സംഭവം കഴിഞ്ഞു. ഓക്കെ, സിമ്മട്രി ഇല്ല, 2 കൈറാൽ കാർബൺസ്. അങ്ങനെയാണെങ്കിൽ സ്റ്റീരിയോ ഐസോമറുകളുടെ എണ്ണം 2n 2 4 അത്രയേ ഉള്ളൂ. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. 95 നൈട്രോ ഗ്രൂപ്പ് എന്ത് പ്രശ്നം അല്ലേ? മീസോമറിക് എഫക്റ്റ്, OH NH2 ഒക്കെ ആണെങ്കിൽ എന്തായിരിക്കും? +M. ഇതൊന്നും പിന്നെ ഒന്നും പറയണ്ട, ഇതൊക്കെ നമ്മൾ ഓർഗാനിക്കലി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അഗൈൻ ഈ ക്വസ്റ്റ്യൻ ഇതെന്താണ് ചോദിച്ചതെന്ന് മനസ്സിലായിട്ടില്ല. 1,2 മീഥൈൽ ഷിഫ്റ്റ് നടക്കാനുള്ള പോസിബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്, പക്ഷെ എനിക്ക് അങ്ങനെ കാണാൻ പറ്റിയില്ല. സോറി ഫോർ ദിസ്. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ, 1,2 മീഥൈൽ ഷിഫ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. 1 ക്ലോറോ പ്രൊപ്പെയിൻ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ദിസ് ഇസ് 1 ക്ലോറോ പ്രൊപ്പെയിൻ. ഇവിടെ മീഥൈൽ ഷിഫ്റ്റ് ഒന്നും നടക്കത്തില്ല അല്ലേ, മീഥൈൽ ഷിഫ്റ്റ് ഇവിടെ നടക്കേണ്ട ആവശ്യമില്ല, മീഥൈൽ ഷിഫ്റ്റ് നടക്കത്തില്ല. അടുത്തെന്താ? 2 ക്ലോറോ ബ്യൂട്ടൈൻ. ഇവിടെ എന്താ? ഇതാണ് 2 ക്ലോറോ ബ്യൂട്ടൈൻ. ഇവിടെയാണ് മീഥൈൽ ഷിഫ്റ്റ് നടക്കേണ്ടത് എന്നുള്ളത് പ്രശ്നമാണ്. എഗെയിൻ ബെൻസൈൽ ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓൾറെഡി സ്റ്റെബിലൈസ്ഡ് അല്ലേ, ഓൾറെഡി സ്റ്റെബിലൈസ്ഡ് ആണ്, മീഥൈൽ ഷിഫ്റ്റ് നടക്കേണ്ട ആവശ്യമില്ല. 3 ക്ലോറോ 3 മീഥൈൽ പെൻറ്റെയിൻ. ഇവിടെയും എന്താണ്? ഇവിടെ 3 ക്ലോറോ 3 മീഥൈൽ പെൻറ്റെയിൻ. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇത് ഓൾറെഡി എന്താണ്? CL പോയി കഴിഞ്ഞാൽ ടെർഷ്യറി കാർബോക്കേറ്റിയോൺ ആണ്, ഓൾറെഡി സ്റ്റേബിൾ ആണ്. അപ്പോൾ ഇവിടെ എനിക്ക് ഒരു ഓപ്ഷനും കാണാൻ പറ്റിയിട്ടില്ല. PSC കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്, പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഓപ്ഷൻ ഡി വരുമെന്ന്. കാരണം ഇവിടെ എന്ത് മീഥൈൽ ഷിഫ്റ്റ് നടക്കാനാണ്? ഓൾറെഡി ടെർഷ്യറി ആണല്ലേ. യെസ്, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്? യെസ്, അപ്പോൾ എന്തായിരിക്കും? ഓപ്ഷൻ തെറ്റായിരിക്കും. ഇനി യൂണിമോളിക്കുലാർ എലിമിനേഷൻ നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. E1 E2 E1 CB ഇതേപോലെ SN1 SN2. മക്കളെ, ഈ 2 വീഡിയോസ് യൂട്യൂബിലുണ്ട്. ഇതിൽ നല്ലാതെ വേറെ ചോദ്യം വരത്തില്ല. ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അതും ഡീറ്റെയിൽ എന്ന് പറയുമ്പോൾ ഒരു 2 മണിക്കൂറിൻ്റെ സെഷൻ ഒന്നല്ല, അരമണിക്കൂറിൻ്റെ സെഷനാണ്. അത് 2x ഇട്ടിട്ടായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാകും. ഒരു 15 മിനിറ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ പരിപാടി കഴിഞ്ഞു, ക്വസ്റ്റ്യൻ കിട്ടും. ഓക്കെ, ഏറ്റവും അനുയോജ്യമായ അപ്പം തന്നെ അറിയാം എന്താണ് കാർബോകാറ്റയോൺ ഫോർമേഷൻ. ഇത് ബൈഹാർട്ട് പഠിച്ചാൽ പോലും കിട്ടും. ടെർഷ്യറി ബ്യൂട്ടൈൽ ക്ലോറൈഡ് ബ്രോമൈഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. സെയിം ടെർഷ്യറി കാർബോകാറ്റയോൺ ഫോം ചെയ്യുന്നതാണ്. അത്ര എളുപ്പമാണ് അല്ലേ. സെയിം സാധനമാണോ ചോദിക്കുക. സിമ്പിളാണ് PSC ആക്ച്വലി. 98 താഴെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹക്കൽ നിയമം അരോമാറ്റിക്. ഇത് ഒരുപാട് പ്രാവശ്യം ഞാൻ ഏതൊക്കെയോ സെഷനിൽ പറഞ്ഞിട്ടുണ്ട്. സൈക്ലോപ്രൊപ്പൈനൈൽ കാറ്റയോൺ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അരോമാറ്റിക് കോമ്പൗണ്ട് ആണ്, എല്ലാം sp2 ആണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. sp2 സൈക്ലോപെൻറ്റാഡൈനൈൽ ആനയോൺ ഓഫ് കോഴ്സ്. ഇതൊക്കെ ഇങ്ങനെ തന്നെ വരച്ചിട്ടുണ്ട്. ഇതൊന്നും ഒരു പ്രശ്നമില്ല, ഇതൊന്നും വരച്ച് നോക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം. സൈക്ലോപെൻറ്റാഡൈനൈൽ ആനയോണൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. KMMൻ്റെ എക്സാമിന് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ട്രൊപ്പീലിയം അയോൺ ഏറ്റവും സ്റ്റേബിൾ ആണ്, എപ്പോഴും പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? എല്ലാം. 99 ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. അഗെയിൻ ഈ ക്വസ്റ്റ്യൻ തെറ്റാണ് കേട്ടോ. അവർ കൊടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അസറ്റോൺ ആണെന്ന് തോന്നുന്നു. ഒരു പ്രാവശ്യം ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. 99 ആണ്. യെസ്, ബി ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓപ്ഷൻ ബി ആണ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ തെറ്റാണ്. ഇതും ഞാൻ ലൈവ് ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് സംബന്ധിക്കുമ്പോൾ സെക്കൻഡറി ആൽക്കഹോൾ എനി അതർ ആൽഡിഹൈഡ് വിൽ ഗിവ് സെക്കൻഡറി ആൽക്കഹോൾ. എക്സാക്ട് വേർഡ്സ്. പ്രൈമറി ഫോർമാൽഡിഹൈഡ് പ്രൈമറി, കീറ്റോൺ ആണെങ്കിൽ ടെർഷ്യറി ആൽക്കഹോൾ. അപ്പോൾ ഏതാ? ഫോർമാൽഡിഹൈഡ് അല്ല, എത്തനാൾ. സംഭവം കഴിഞ്ഞു. പക്ഷേ PSC എന്താണ്? തെറ്റാണ് കൊടുത്തിരിക്കുന്നത്. ചലഞ്ച് ചെയ്തോ? ഒന്നും പഠിക്കാനില്ല. 100
ലാസ്റ്റ് വൺ ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. ഡി എൻ എയും ആർ എൻ എയും കാണപ്പെടുന്ന നൈട്രജൻ ബേസ്, ഡി എൻ എയിൽ ഇല്ലാത്തതും ആർ എൻ എയിൽ ഉള്ളതും ഏതായിരിക്കും? യുറാസിൽ. ഇതാ അതേപോലെ ഏതായിരിക്കും? ഓപ്ഷൻ ഡി. ഓൾ ഇൻ ഓൾ കംപ്ലീറ്റ് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അടിപൊളിയായിട്ട് പഠിക്കാം. ഫിംഗർ പ്രിൻ്റ് ആയാലും കേരാ ഫെഡ് ആയാലും ഒക്കെ ഞാൻ എന്ത് ചെയ്ത് തരാം, നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനിയും ഞാൻ സോൾവ് ചെയ്ത് തരാം. എനിക്ക് തോന്നുന്നു നമുക്ക് ഫുൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഫ്രീ ആയിട്ട് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടും. അതൊന്നും വിഷയമുള്ള കാര്യമല്ല. ഇനി നിങ്ങൾക്ക് കോഴ്സിൽ എൻറോൾ ചെയ്യണമെങ്കിൽ ചെയ്തോളൂ, കുഴപ്പമില്ല. ഓക്കെ, ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി, നമ്പറൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ തന്നെ എല്ലാവരും പ്രിപ്പറേഷൻ നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു പോവുക. ഓൾ ദ ബെസ്റ്റ് ഗൈസ്.